കള്ള സഹോദരന്മാരിൽ നിന്ന് എന്ത് ചെയ്യണം? വേർപെടണം. സഹോദരൻ എന്ന് പറയപ്പെട്ട ഒരുത്തൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നെങ്കിൽ ഈ കൃപയ്ക്കകത്ത് വന്നിട്ട് ഇമാതിരി തോന്നിവാസങ്ങൾ കാണിച്ചു നടക്കുന്നവനാണെങ്കിൽ അവനോട് സംസർഗം അരുത്. അവനോടൊരു കണക്ഷൻ ഇല്ല നമുക്ക്. അങ്ങനെയുള്ള അടുത്ത വാക്ക്, അങ്ങനെയുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത്. കണ്ടോ? മനസ്സിലായോ? അല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ആരെയും ഒന്നും വിധിക്കരുത്. ഇതൊക്കെ അറിവില്ലായ്മയാണ്. പുറത്തുള്ളവൻ എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾ പുറത്തുള്ളവനെ അങ്ങ് വിധിക്കും. നമ്മൾ സ്വർഗത്തിൽ പേരെഴുതി നമ്മൾ വിശുദ്ധ ഗണം ദൂതൻ. പുറത്തുള്ളവനെ നമ്മൾ വിധിക്കും. ഇല്ല, അതിന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അകത്തു വന്നവൻ അവൻ ഈ നിലയിൽ ക്രമം കെട്ട് നടന്നാൽ അവനെ വിധിക്കുവാൻ ദൈവസഭയ്ക്ക് അധികാരം നൽകിയിട്ടുണ്ട്. എനിക്ക് ആരാണ് അമ്മയും സഹോദരന്മാരും? പുറത്തു നിൽക്കുന്നവരാണോ? നോ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് ജീവിക്കുന്നവരത്ര എനിക്ക് സഹോദരന്മാർ. രക്തബന്ധം സെക്കൻഡാണ്. ഒരു ദൈവ പൈതലാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് നമ്മുടെ സഭയിലെ സഹോദരി പ്രസവിച്ചു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ആ ബന്ധം ഭയങ്കരമാണ്. ഈ ലോകത്തിലെ സകല രക്തബന്ധങ്ങളും എവിടം കൊണ്ട് അവസാനിക്കും? 6 അടി മണ്ണ് കൊണ്ട് അവസാനിക്കും. അവിടം കൊണ്ട് അവസാനിക്കാതെ നിത്യത വരെ തുടരുന്ന ഒരു ബന്ധമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദ റിയൽ ബ്ലഡ് റിലേഷൻ, കാൽവരിയിലെ രക്തത്താൽ ഉണ്ടായ രക്തബന്ധം. കള്ള സഹോദരന്മാരിൽ നിന്ന് എന്ത് ചെയ്യണം? വേർപെടണം. ഇതാണ് ഇനി പ്രധാനപ്പെട്ട വിഷയം. കള്ള സഹോദരന്മാരെന്ന് പറയുന്നത് ഏതൊക്കെ തലത്തിലാണ്? 1, ദുർനടപ്പുകാർ. വായിക്കാം. 1 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 9 മുതൽ വായിക്കാം. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എവിടെ എഴുതിയിട്ടുള്ളത്? നമ്മൾ കൊലോസി ലേഖനത്തിൽ അതല്ലേ വായിച്ചേ? ദുർനടപ്പ് അല്ലേ, അത്യാഗ്രഹം, ഇതൊക്കെ നമ്മളിപ്പോൾ വായിച്ചങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ പറയാം, എൻ്റെ ലേഖനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദുർനടപ്പ് പാടില്ല, ദുർനടപ്പുകാരോട് സംസർഗം അരുതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത വാക്ക്, അതിലൊരു വിശദീകരണം. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരും. ഈ ലോകത്തിൽ രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, ദൈവത്തെ അറിയാത്ത കുറച്ച് ആളുകളുടെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ ചിലപ്പം ദുർനടപ്പുകാരാകാം, അത്യാഗ്രഹിയാകാം, വിഗ്രഹാരാധികളാകാം, പിടിച്ചുപറിക്കാരാകാം. അങ്ങനെ പല പാപത്തിൻ്റെതായ അവസ്ഥകളിൽ കിടക്കുന്ന ആളുകളുടെ നടുവിലായിരിക്കാം നമ്മൾ ജോലി ചെയ്യുന്നത്, പഠിക്കുന്നത്, താമസിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയ്ക്കായിരിക്കാം. അപ്പം അവരോടൊന്നും മിണ്ടരുത്, അവരെ കണ്ടാൽ തിരിഞ്ഞു നടക്കണമെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ലോകം വിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പോകേണ്ടി വരും. പക്ഷേ നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അങ്ങനെ നടക്കുന്ന ഓരോരുത്തനെയും ക്രിസ്തുവിങ്കലേക്ക് കൊണ്ടുവരണം, രക്ഷയിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മളെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ അടുത്ത വാക്ക് കേട്ടെ, സഹോദരൻ എന്ന്. ഇങ്ങോട്ട് നോക്കിക്കോ. പേർപ്പെട്ട. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ടൊരുവൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവരാണ് രക്ഷിക്കപ്പെട്ടവർക്ക് ആര്? സഹോദരൻ അല്ലേ? ആണോ? കർത്താവിനോട് കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ പുറത്ത് വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞു. സ്വന്തം സഹോദരന്മാരാ. യേശുക്രിസ്തുവിന് ശേഷം മറിയയിൽ നിന്ന് ജനിച്ച കർത്താവിൻ്റെ സഹോദരന്മാര്. അവർ പുറത്ത് കാണാൻ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? എനിക്ക് ആരാണ് അമ്മയും സഹോദരന്മാരും? പുറത്ത് നിൽക്കുന്നവരാണോ? നോ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് ജീവിക്കുന്നവരത്ര എനിക്ക് സഹോദരന്മാർ. അപ്പൊ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കളാണ് നമുക്കെന്ത്? സഹോദരങ്ങൾ എന്ന സ്ഥാനം ഇമ്പോർട്ടൻ്റ്. രക്തബന്ധം സെക്കൻഡാണ്. ഒരു ദൈവ പൈതലാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് ജനിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് നമ്മുടെ സഭയിലെ സഹോദരി പ്രസവിച്ചു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ആ ബന്ധം ഭയങ്കരമാണ്. ഈ ലോകത്തിലെ സകല രക്തബന്ധങ്ങളും എവിടം കൊണ്ട് അവസാനിക്കും? 6 അടി മണ്ണ് കൊണ്ട് അവസാനിക്കും. അവിടം കൊണ്ട് അവസാനിക്കാതെ നിത്യത വരെ തുടരുന്ന ഒരു ബന്ധമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട
ദ റിയൽ ബ്ലഡ് റിലേഷൻ, കാൽവരിയിലെ രക്തത്താൽ ഉണ്ടായ രക്തബന്ധം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്ന പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. ഭാര്യയും ഭർത്താവിനെയും കുറിച്ചല്ല അത് പാടിയേക്കുന്നത്, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച്. ഇത്ര ബന്ധമാണ്. നമ്മുടെ വീട്ടിലെ നമ്മുടെ സഹോദരങ്ങളോട് നമ്മളൊന്ന് വഴക്കിട്ടാൽ 2 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ക്ഷമിക്കും. അതിനേക്കാൾ വലിയ ബന്ധമാണ് ദൈവമക്കൾ തമ്മിലുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ തന്നെ നമ്മൾ സന്തോഷമായിട്ട് പോകാൻ പറ്റണം. ഇതാണ് സഹോദരന്മാർ. എന്നാൽ അങ്ങനെ സഹോദരൻ എന്ന് പറയപ്പെട്ട ഒരുത്തൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നെങ്കിൽ ഈ കൃപയ്ക്കകത്ത് വന്നിട്ട് ഇമാതിരി തോന്നിവാസങ്ങൾ കാണിച്ചു നടക്കുന്നവനാണെങ്കിൽ അവനോട് സംസർഗം അരുത്. അവനോടൊരു കണക്ഷൻ ഇല്ല നമുക്ക്. അങ്ങനെയുള്ള അടുത്ത വാക്ക്, അങ്ങനെയുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത്. കണ്ടോ എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. കണ്ടോ, അങ്ങനെയുള്ളവരോട് എന്ത് ചെയ്യരുത്? നോ കോംപ്രമൈസ്. പ്രൈസ് ദി ലോർഡ്. അവളോട്, സഭയോട് കർത്താവ് തീർത്ത് പറയുക, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വന്നിട്ട് വേണ്ടാത്ത ഗുരുത്തക്കേട് കാണിച്ച് ദൈവസഭയ്ക്കും ദൈവനാമത്തിനും ദോഷമായി ജീവിക്കുന്നവനാണെന്ന് കണ്ടാൽ അവനോട് സംസർഗം അരുത്. അവനോട് കൂടെ ഭക്ഷണം പോലും കഴിക്കരുത്. അപ്പൊ നമ്മൾ ചോദിക്കും, പക്ഷേ നമ്മൾ അങ്ങനെ ഒരുത്തനെ വിധിക്കുന്നത് ശരിയാണോ എന്ന് നമുക്ക് ചോദിക്കാം, അല്ലേ? നമ്മൾ അങ്ങനെ ഒരുത്തനെ വിധിക്കുന്നത് ശരിയാണോ? അടുത്ത വാക്ക് വായിച്ചേ. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? പുറത്ത് ദുർനടപ്പുകാരനോ അത്യാഗ്രഹ വിഗ്രഹാദിയോ വാവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആയി ലോകത്തിൽ നടക്കുന്ന ആളുകളെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്, പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ഈ കൃപയ്ക്കകത്ത് വരാത്തവൻ എന്ത് തോന്നിവാസം കാണിച്ച് നടക്കട്ടെ, അവനെ ദൈവം വിധിച്ചോളും. പക്ഷെ അകത്ത് വന്നിട്ട് ഉടായിപ്പ് കാണിക്കുന്നവനെ സഭയാണ് വിധിക്കേണ്ടത്. അതിനുള്ള അധികാരം സഭയ്ക്ക് തന്നിരിക്കുക. മനസ്സിലായോ? അല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ആരെയും ഒന്നും വിധിക്കരുത്. ഇതൊക്കെ അറിവില്ലായ്മയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് വിധിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സഭയോടുള്ള ഉപദേശമല്ല, സഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ആണോ? അന്ന് അത് പറഞ്ഞ എന്തുകൊണ്ടാ? യഹൂദൻ കർത്താവിനെ വിധിക്കാൻ രംഗത്ത് വന്നു. ഇവൻ ഞങ്ങളെ ഉപദേശിക്കാൻ ആര്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവൻ ഈ അധികാരം എവിടുന്ന്? ഇതൊക്കെ ചോദിച്ച് ദൈവപുത്രനായവന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ വിധിക്കുന്ന അളവിനാൽ നിങ്ങൾ കളന്നു കിട്ടും. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? ഇന്ന് നിങ്ങൾ ഏത് യേശുവിനെ വേണ്ടാന്ന് പറയുന്നു, അതേ യേശു നിങ്ങളെ ന്യായം വിധിക്കും. അല്ലേ? തെളിവ് വേണോ? എടുക്കുമോനെ, യോഹന്നാൻ 5:22, 5:27. യോഹന്നാൻ 5:22, 5:27. 2 വാക്യം തെളിവിനിരിക്കട്ടെ. 22 ഇവിടെ കണ്ടു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. 1, 2, 27 വാക്യം. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്താൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. 1-ന് പകരം 2 വാക്യം തെളിവായി കിട്ടുന്നു. ഇന്ന് ഏത് യേശുവിനെ വേണ്ടാന്ന് പറയുന്നു, അതേ യേശു നിന്നെ ന്യായം വിധിക്കും. മനസ്സിലായോ? അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിധിക്കുന്ന അളവിനാൽ നിങ്ങൾ മനുഷ്യപുത്രന്റെ നേരെ വിരൽ ചൂണ്ടുന്നു, തിരിച്ച് മനുഷ്യപുത്രൻ സിംഹാസനത്തിൽ ഇരുന്നിട്ട് നിന്റെ നേരെ വിരൽ ചൂണ്ടും. നിങ്ങൾക്ക് കിട്ടും, വെയിറ്റ്. പക്ഷെ സഭയോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ പറഞ്ഞു, അകത്തുള്ളവരെ വിധിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്, പുറത്തുള്ളവരെ ദൈവം വിധിച്ചോളൂ. പക്ഷെ നമ്മളിത് അങ്ങനല്ല പറയുന്നത്. പുറത്തുള്ളവൻ എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾ പുറത്തുള്ളവനെ അങ്ങ് വിധിക്കും. നമ്മൾ സ്വർഗത്തിൽ പേരെഴുതി നമ്മൾ വിശുദ്ധ ഗണം ദൂതൻ. പുറത്തുള്ളവനെ നമ്മൾ വിധിക്കും. ഇല്ല, അതിന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അകത്തു വന്നവൻ, അവൻ ഈ നിലയിൽ ക്രമം കെട്ട് നടന്നാൽ അവനെ വിധിക്കുവാൻ ദൈവസഭയ്ക്ക് അധികാരം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്ന് ദുർനടപ്പുകാരോട്, കള്ള സഹോദരന്മാരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ, ഒന്ന് വചനം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് മറ്റൊരു വാക്യമുണ്ട്. ക്രമം കെട്ട് നടക്കുന്ന ഏവരോടും അകന്നുകൊള്ളണം എന്ന് ദൈവവചനത്തിൽ വാക്യം എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ദുർനടപ്പുകാരോട് എന്ത് ചെയ്യണം? അകന്നിരിക്കണം.